അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമസ്കാരം അർത്ഥസഹിതം പഠിക്കാം എന്ന വിഷയത്തിൽ 55-ാമത്തെ ഭാഗമാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിൽ നാം ചർച്ച ചെയ്യുന്നത് നമസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളിൽ നിന്ന് നേരത്തെ 3 നാം ചർച്ച ചെയ്തിട്ടുണ്ട്. ബാക്കി 12-ാമത്തെ ഭാഗം വരെയാണ് ഇതിൽ നാം ചർച്ച ചെയ്യുന്നത്. 4 കണ്ണ് ചിമ്മുക. നമസ്കാരത്തിൽ ഖിറാഅത്താണ്. കണ്ണ് കാണാത്തവനാണെങ്കിൽ പോലും ആവശ്യമില്ലാതെ കണ്ണടക്കുക, അടച്ചു നിൽക്കുക എന്നത് നമസ്കാരത്തിൽ ഖിറാഅത്ത്. എന്നാൽ ചില സമയത്ത് കണ്ണടക്കൽ നിസ്കരിക്കുന്ന സമയത്ത് നിർബന്ധമാകും. ഉദാഹരണത്തിന് ഹറാമായ ഒന്നിലേക്ക് നോക്കൽ സംഭവിക്കും കണ്ണടച്ചില്ലെങ്കിൽ, എന്നാൽ കണ്ണടക്കൽ നിർബന്ധമാകും. ചിലപ്പോൾ സുന്നത്താകുന്നതിന്റെ രൂപം കണ്ണടക്കൽ സുന്നത്താകുന്ന രൂപമാണ്. നമസ്കാരത്തിനെ സംബന്ധിച്ച് മറ്റു ചിന്തകളിലേക്ക്, വസ്വാസുകളിലേക്ക് പോവാൻ സാധ്യതയുണ്ട് കണ്ണടച്ചില്ലെങ്കിൽ. അവൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള പുള്ളികളും വരയുമുള്ള ഒരു മുസല്ലയിലാണ്, അല്ലെങ്കിൽ അവൻ നിസ്കരിക്കുന്നതിന്റെ മുന്നിൽ അങ്ങനെയുള്ള ഒരു മുസല്ലയുണ്ട്, അല്ലെങ്കിൽ അവനിൽ അങ്ങനെയുള്ള ഒരു സാധനമുണ്ട്. കണ്ണടച്ചില്ലെങ്കിൽ അത് കാണുമ്പോ അവന്റെ ചിന്തകളിൽ മാറിപ്പോവും നമസ്കാരത്തിലുള്ള. എന്നാൽ കണ്ണടക്കൽ സുന്നത്തുണ്ട്. 5-ാമത്തത് ഊതുക, അതുപോലെ കോട്ടുവായിടുക എന്നിവ നമസ്കാരത്തിൽ ഖിറാഅത്താണ്. കോട്ടുവായിടുക ഖിറാഅത്താണെന്ന് പറഞ്ഞത് നമ്മുടെ അനിയന്ത്രിതമായി വരുന്നതിനെ സംബന്ധിച്ചല്ല. കൂട്ടുവായി വരുമ്പോൾ അതിലേക്ക് നാം സൗകര്യം ചെയ്തു കൊടുക്കുക എന്നതാണ്. നമ്മുടെ പരമാവധി അതിനെ തടയാൻ വേണ്ടി ശ്രമിക്കണം. അതേ പ്രകാരം തന്നെ കൈവിരലുകൾ പൊട്ടിക്കുക, ഇത് ഖിറാഅത്താണ്. അതേ പ്രകാരം കോർത്തു പിടിക്കുക കൈവിരലുകൾ, തല തുറന്നിട്ടുകൊണ്ട് നിസ്കരിക്കുക, ചുമൽ തുറന്നിട്ടുകൊണ്ട് നിസ്കരിക്കുക, വായയുടെ മുകളിലോ മൂക്കിന്മേലോ കൈ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വെക്കുക, ഇവയൊക്കെയും ഖിറാഅത്താണ്. നേരത്തെ ഞാൻ പറഞ്ഞു ഒരു 40 ഉണ്ടായി, അതിൽ ചുരുക്കി വിവരിക്കുകയാണ് 20 എന്ന്. ഈ 5-ാമത്തേതിൽ തന്നെ വളരെയധികമുണ്ട്. 1 ഊതൽ, 2 കോട്ടുവായിടൽ എന്ന് പറഞ്ഞാൽ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. അതിനെ കോട്ടുവായി വരുമ്പോൾ അതിനെ തടയാതെ പ്രതിരോധിക്കാതിരിക്കുക. 2 3 വിരൽ പൊട്ടിക്കുക, 4 വിരൽ കോർത്തു പിടിക്കുക, 5 തല തുറന്നിടുക, 6 പിരടി തുറന്നിടുക, 7 മൂക്കിന്മേൽ കൈവെക്കുക, 8 വായമ്മേൽ കൈവെക്കുക. 8 5-ാമത്തേതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇത് മുഴുവനും ഖിറാഅത്താണ്. കോട്ടുവായിടുന്ന സമയത്ത് വായന്മേൽ കൈവെക്കൽ സുന്നത്താണ്. അത് ഈ പറഞ്ഞ കൈവെക്കുക എന്നതിൽപ്പെട്ടതല്ല. ഈ 6 ഒരു കാലിൽ നിൽക്കുക, ഒരാവശ്യവുമില്ലാതെ ഖിറാഅത്താണ്. അതേ പ്രകാരം 2 കാലും ഒപ്പമാണ് വെക്കേണ്ടത്. അതിൽ നിന്ന് ഒന്നിനെ മുന്നോട്ട് വെക്കുക നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഖിറാഅത്താണ്. 2 കാലും ചേർത്ത് വെക്കുക എന്നതും ഖിറാഅത്താണ്. അപ്പൊ 6 തന്നെ 2 3 ഉൾപ്പെട്ടിട്ടുണ്ട്. 7 ഊരക്ക് കൈ കൊടുക്കുക, ഒരു കാരണവും ഇല്ല. കാരണം ജൂതന്മാരെ അവരുടെ നമസ്കാരത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയാണത് എന്ന് ഫത്ഹുൽ അല്ലാം എന്ന് പറയുന്ന കിതാബ് 2466 രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമസ്കാരം അല്ലാത്ത സമയത്തും അത് ഖിറാഅത്താണ് എന്നാണ്.
ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ സമയത്ത് അവൻ പുറത്തേക്ക് പോരുന്ന സമയത്ത് ഊരക്ക് കൈ കൊടുത്തിട്ടാണ് അവൻ ഇറങ്ങിപ്പോന്നത് എന്ന അതിനെ കാരണമായി പറഞ്ഞത് എന്ന് ഫതുൽ എല്ലാം എന്ന കിതാബിലുണ്ട്. അതേ പ്രകാരം തന്നെ ഖിറാഅത്താണ് പുരുഷൻ അവൻ രണ്ട് കൈകൾ രണ്ട് ഭാഗങ്ങളിലേക്ക് ചേർത്തി വെക്കുക. സുജൂദ് ചെയ്യുന്ന സമയത്ത് അവൻ രണ്ട് കൈകൾ ആ വയറിന്റെ ഭാഗത്തേക്ക് ചേർത്തി വെക്കും. അത് ഖിറാഅത്താണ്. അകറ്റി വെക്കൽ സുന്നത്താണ്. അതേ പ്രകാരം അവന്റെ വയറ് അവന്റെ തൊടയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തൊട്ടടുത്ത് തന്നെ റുക്കൂം സുജൂദും ഒക്കെ ചെയ്യുക, സുജൂദ് ചെയ്യുക. അതും ഖിറാഅത്താണ്. ഈ പ്രവർത്തനങ്ങൾ റുക്കൂലും സുജൂദിലും ഖിറാഅത്താണ്. പുരുഷനിക്ക് മാത്രം, സ്ത്രീക്ക് അങ്ങനെ ചെയ്യൽ സുന്നത്താണ്. അതേ പ്രകാരം തന്നെ സുജൂദ് ചെയ്യുന്ന സമയത്ത് നെറ്റി കൊണ്ട് ഭൂമിയിലേക്ക് അടിക്കുക. അങ്ങനെയാണ് പോയിട്ട് കുത്തി ഉടനെ തന്നെ പൊന്തതാണ് അടിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖിറാഅത്താണ്. രണ്ട് മുഴം കൈകളെ ഭൂമിയിൽ ചേർത്ത് വെക്കുക. ഖിറാഅത്താണ്. മുഴം കൈകളെ ഭൂമിയിൽ ചേർത്ത് വെക്കുക എന്നത് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ സുജൂദ് ചെയ്യുന്ന സമയത്ത് രണ്ട് കൈ വെക്കുമ്പോൾ കൈയിന്റെ വിരലുകളുടെയും ആ മുൻകൈയുടെയും പള്ള മാത്രമാണ് ഭൂമിയിൽ വെക്കേണ്ടത്. ബാക്കിയുള്ള ഭാഗം ഭൂമിയിൽ നിന്നും ഉയർന്നു നിൽക്കേണ്ടതാണ്. അതുകൂടി ഭൂമിയിലേക്ക് ചേർത്ത് വെക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അത് സുജൂദിൽ ഖിറാഅത്താണ്. അതേ പ്രകാരം തന്നെ തല റുകൂ ചെയ്യുന്ന സമയത്ത് അധികം താഴ്ത്തുകയോ അല്ലെങ്കിൽ പുറത്തിനേക്കാൾ തലയെ ഉയർത്തിപ്പിടിക്കുകയോ ചെയ്യൽ ഖിറാഅത്താണ്. അതേ പ്രകാരം തന്നെ ഒരു വസ്തുവിലേക്ക് ചാരിയുന്നുകൊണ്ട് ഒരു കാരണവും കൂടാതെ നമസ്കരിക്കുക. ആ വസ്തു അങ്ങോട്ട് വീണാൽ ഇവനും വീഴും. ആ രീതിയിൽ ചാരിയുന്നുകൊണ്ട് നമസ്കരിക്കൽ കാരണമില്ലെങ്കിൽ ഖിറാഅത്താണ് എന്ന് മുസ്റൽ കരീം എന്ന് പറയുന്ന കിതാബിൽ കാണാം. അതേ പ്രകാരം മുഖത്തിന്റെ ഭാഗത്തേക്ക് മുന്നിലേക്ക് അല്ലെങ്കിൽ വലത് ഭാഗത്തേക്കോ തുപ്പൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഖിറാഅത്താണ്. പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ തുപ്പുന്നതിന്റെ വിധി ഹറാമാണ്. പള്ളിയല്ലാത്ത സ്ഥലത്താണ് ഈ പറഞ്ഞത്. പള്ളിയിലാണെങ്കിൽ അവന്റെ ഇടത് ഭാഗത്തുള്ള വസ്ത്രം എടുത്ത് ആ വസ്ത്രത്തിലേക്ക് തുപ്പുകയാണ് വേണ്ടത്. എന്നാൽ മദീനയിൽ റൗള ശരീഫിൽ ആണെങ്കിൽ ഇടത് ഭാഗത്തെ തുപ്പൽ ഖിറാഅത്താണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിച്ചുകൊണ്ട് എന്ന് കിതാബിലൊക്കെയുണ്ട്. നിസ്കാരത്തിൽ മാത്രമല്ല മുൻഭാഗത്തേക്കും ഖിബ്ലയുടെ ഭാഗത്തേക്കും വലത് ഭാഗത്തേക്കും ഒക്കെ തുപ്പുക എന്നത് നിസ്കാരമല്ലാത്ത സമയത്ത് ഖിറാഅത്ത് തന്നെയാണ് എന്ന് ഫതുൽ എല്ലാം എന്ന കിതാബിലുണ്ട്. മസ്ജിദുൻ നബവിയിലാണ് എങ്കിൽ അവൻ ഇടത് ഭാഗത്തേക്കും തുപ്പാൻ പാടില്ല. അപ്പോൾ അവൻ അല്പം മുന്നിലേക്ക് താഴ്ന്നുകൊണ്ട് തവാഫ് ചെയ്യുന്ന സമയത്ത് തുപ്പേണ്ടത് നിർബന്ധ സാഹചര്യം ഉണ്ടായാലും ചെയ്യും പോലെ അല്പം മുന്നിലേക്ക് താഴ്ന്നുകൊണ്ട് അവന്റെ കാൽഭാഗത്തുള്ള വസ്ത്രത്തിലേക്കാണ് തുപ്പേണ്ടത് എന്ന് കിതാബുകളിൽ ഉജൈരിമി ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെ ഈ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ നാം സൂക്ഷിക്കേണ്ട ഖിറാഅത്തുകൾ ചെയ്യാൻ വേണ്ടിയല്ല ഇത് പറയുന്നത്, ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഒഴിവാക്കിയാൽ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് ഖിറാഅത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫർളുകളെയും സുന്നത്തുകളെയും എല്ലാം സൂക്ഷിച്ചുകൊണ്ട് ഹറാമുകളെയും ഖിറാഅത്തുകളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പരിപൂർണമായ രീതിയിൽ നമസ്കരിക്കുവാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.